ഇനി കൊടുക്കാനായിട്ട് എന്താ ഉള്ളത് ഇവിടെ? അച്ഛൻ മരിച്ച ഷോക്കിൽ നിന്ന് ഇയാൾ ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല. അനിയൻ്റെ പ്രവൃത്തി കാരണം ഈ കുടുംബം ഇനി രക്ഷപ്പെടുകയില്ല. ഞാൻ പറയുന്നത് കേൾക്ക്. നീ ആ കൊച്ചിനെ എടുത്തോണ്ട് വാ. ഡൈവോഴ്സിന് അപ്ലൈ ചെയ്യാൻ മോളെ. ഇനി നീ ജീവിക്കാൻ ഒരുപാടുണ്ട്. നന്നായിട്ട് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്താടി നീ ഒന്നും പറയാതെ പോകുന്നേ? ആനന്ദേ, അച്ഛൻ പോവാ. ഒന്ന് കാറിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യും. പോകാൻ എനിക്കറിയാം. നീ വന്നേ. നീ ചായ കുടിക്കുന്നോ? എനിക്ക് കുടിക്കണം. ഓരോരുത്തരുടെ സംസാരം കേട്ടിട്ട് തല പൊട്ടുന്ന പോലെയുണ്ട്. എന്റെ ഏടത്തി ഈ അവസ്ഥയിൽ ഞങ്ങളെ വിട്ടു പോവാതെ ഇവിടെ തന്നെ നിൽക്കണമെന്ന് ശാഠ്യം പിടിച്ചു. ഇഷ്ടപ്പെട്ട് സ്വന്തമാക്കി വെച്ചിരുന്ന സമ്പാദ്യങ്ങളെല്ലാം തന്നു. നന്ദി പറഞ്ഞാലൊന്നും എന്റെ ഏടത്തിയോടുള്ള കടപ്പാട് തീരില്ല. ഇവളെ ഒരു കഷ്ടപ്പാടും അറിയിക്കാതെ വളർത്താൻ സാധിച്ചാൽ അതാണ് ഏടത്തിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം, ഏറ്റവും വലിയ നന്ദി. ഈ കാറിനകത്ത് കാല് നീട്ടാൻ പറ്റുന്നില്ല. ക്രാപ്പി ഷീറ്റ്. കുറച്ച് വലിയ കാർ വാങ്ങിക്കേട്ടാ. 1 കോടി രൂപ ലോട്ടറി അടിച്ചാൽ പോലും 30% ടാക്സ് കൊടുക്കണം. ഇവിടെ ഭാഗ്യത്തിന് പോലും ടാക്സ് കൊടുക്കണം. പക്ഷെ നിർഭാഗ്യം വരുന്നത് ബോണസുമായിട്ടാണ്. ഏട്ടന്റെ മോൾക്ക് ഈ വീട് ഇഷ്ടമായിട്ടില്ല. പക്ഷെ ഇത് ആരോട് പറയണമെന്ന് അവൾക്കറിയില്ല. ഏടത്തേക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ പറയുന്നില്ല. അമ്മയ്ക്ക് മാത്രം ഒന്നിലും പരാതിയില്ല. എന്റെ ഏട്ടൻ അദ്ദേഹത്തിന്റെ സെക്രട്ടറി ജോണുമായി സംസാരിക്കുകയാണ്. പക്ഷെ ജോണിനെ അദ്ദേഹത്തിനല്ലാതെ മറ്റാർക്കും കാണാനാവില്ല. അതിന് കാരണം ജോൺ റിസൈൻ ചെയ്തു പോയ കാര്യം അദ്ദേഹത്തെ ഞങ്ങൾ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഏട്ടന് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്നുണ്ട്. പക്ഷെ അതിനുള്ള പണം. എന്താ മോളെ, എന്തിനാ വഴക്ക്? എനിക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടില്ല. എനിക്കിഷ്ടമല്ല. അയ്യേ, എന്തിനു കൊള്ളാം. ബട്ട് 1 വർഷം നമ്മൾ ഇതേ വീട്ടിൽ തന്നെ താമസിക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ കൊച്ചിയിൽ 1000 കിഡ്സിനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പുതിയ TV ചാനലുകാര് ഒരു വലിയ കിഡ്സ് റിയാലിറ്റി ഷോ തുടങ്ങാൻ പോവാ. ഗെയിംസ്. ആര് നന്നായി പഠിക്കുന്നുവോ, ആര് അമ്മയുടെ വാക്കുകൾ കേൾക്കുന്നുവോ അവർക്കൊക്കെ നല്ല മാർക്ക് കിട്ടും. ആര് കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നോ അവർക്ക് വലിയൊരു ഗിഫ്റ്റ് കിട്ടും. മോള് ജയിച്ചാല് നമ്മുടെ പഴയ കാറും വീടും ഒക്കെ നമുക്ക് തിരിച്ചു കിട്ടും. ചോക്ലേറ്റ്സ് ഒക്കെ തരുവോ? ഒത്തിരി. ഇത്രക്ക് കിട്ടും. ഗോൾഡ് ചോക്ലേറ്റ്സ്. ആരാ? ഞാൻ ഈ ഫ്ലാറ്റിന്റെ ഓണറാ. ഓ, നമസ്കാരമുണ്ട്. നമസ്തേ. നിങ്ങൾ വന്നതറിഞ്ഞു. പണ്ടെന്റെ മോനെയും കൂട്ടി നിങ്ങളുടെ ഓഫീസിലൊരു ജോലിക്കാരിയായിട്ട് വന്നിട്ടുണ്ടേ. പറ്റില്ല എന്ന് പറഞ്ഞു. അന്ന് നിങ്ങൾ വലിയ ആൾക്കാരൊക്കെ ആയിരുന്നല്ലോ. ഇങ്ങനെ താഴോട്ട് വരുമെന്ന് അറിഞ്ഞില്ല അല്ലേ? കാശും വെച്ചോണ്ട് ഒരുപാട് അഹന്തയും കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നല്ലോ. അവസാനം എല്ലാം പോയപ്പോ നിങ്ങൾക്ക് എന്റെ വീട്ടിലേക്ക് തന്നെ വരേണ്ടി വന്നല്ലോ അല്ലേ? പാവം ആ അമ്മ ഇന്നും ആ ഷോക്കിൽ നിന്ന് വെളി വന്നിട്ടില്ല അല്ലേ? ഭർത്താവും പോയി, സ്വത്തുക്കളും പോയി. അച്ഛൻ മരിച്ചതിന് ശേഷം കോമഡി ഒന്നും മനസ്സിലാവുന്നില്ല സാർ. ഈ കിട്ടിയ തല്ലൊരു കോമഡി ആയിട്ട് എടുത്താൽ മതി. സാർ ഒരു കോഫി കുടിക്കുന്നോ? സമയമുള്ളപ്പോ വന്നാ നമുക്കിതുപോലെ കോമഡിയൊക്കെ പറഞ്ഞിരിക്കാം. പ്ലീസ്. നോർമലി ഷീ ഈസ് ഗുഡ്. പക്ഷേ ഈയിടെയായിട്ട് താനേതോ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നുണ്ടെന്നും അതുകൊണ്ട് നിങ്ങളുടെ വീട് ഏതോ സെക്യൂരിറ്റിക്കാർക്ക് കൊടുത്തുവെന്നും നിങ്ങളുടെ കാർസ് ഒക്കെ ഷോറൂമിലേക്ക് മാറ്റിയെന്നും 1 വർഷത്തിന് ശേഷം ഈ ഷോയൊക്കെ കഴിയുമ്പോ എല്ലാം തിരിച്ചു വരുന്ന തന്റെ ഫ്രണ്ട്സിനോട് ഇവള് പറയുക. സോ ഇപ്പോഴേ ഇവളിങ്ങനെ തുടങ്ങിയ വലുതാവുമ്പോ എന്തായിരിക്കും? എക്സ്ക്യൂസ് മീ മാം. നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇതുപോലെ ഇല്യൂഷൻസ്, സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടോ? പ്രോബ്ലംസ് ആർക്കാ ഇല്ലാത്ത?
ഇതൊക്കെ പറഞ്ഞ് വർക്ക് ഡിലേ ചെയ്യണം. ഈ ഡിലേ കാരണം നിനക്ക് 10 കോടി രൂപയാണ് നഷ്ടം. പക്ഷെ എനിക്ക് 100 കോടിയാ. നോക്ക് ജോൺ, ഇങ്ങോട്ട് നോക്കടാ പുല്ലേ. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ദുബായ് ഷേക്കിന് ദോശയും പാകിസ്ഥാൻ തീവ്രവാദിക്ക് പായസം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഐ ഹോപ്പ് യു. ഈ തൂപ്പുകാരിയായ അകത്തേക്ക് വിട്ടത് ജോൺ. എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് പോവാം. എക്സ്ക്യൂസ് മീ, മാം, ടേം ഫീസ് അടയ്ക്കണം. ട്രാൻസ്പോർട്ട്, ലഞ്ച്, ബുക്സ് എല്ലാം കൂടി ഒരു 2 lakhs ആവും. 2 lakhs മന്തിന്റെ ആവുമ്പോഴേക്കും അടച്ചേക്കണം. മന്തിൻ്റെ നിങ്ങൾ മറക്കാതിരിക്കാൻ ഞങ്ങൾ വീണ്ടും റിമൈൻഡ് ചെയ്തോളാം. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ പറഞ്ഞ എമൗണ്ട് അങ്ങനെ മറക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് അല്ല മാഡം. അതുപോലെ ഈ അവസ്ഥയിൽ എനിക്കൊന്നും മറക്കാനും പറ്റില്ല. എന്താ ഇത്? കുറച്ച് വലിയ കാർ വാങ്ങിക്കുന്നു. ഫീസ് അടയ്ക്കാൻ പറഞ്ഞോ? എത്രയാ? 2 ലക്ഷം. നമുക്ക് സ്കൂൾ മാറ്റിയാലോ? വേണ്ട അടുത്തി, ഇനി ഞാൻ തന്നെ മാറിക്കോളാം. കയ്യിൽ 200 രൂപ വെച്ചോണ്ട് നിനക്ക് 2 ലക്ഷം രൂപ കടം വേണോ അല്ലേ? സമ്മതിച്ചടാ. ഈ അവസ്ഥയിൽ നീ ഒരുത്തിനോടും കടം ചോദിക്കരുത്. കാരണം തരില്ല. നീ ഫോൺ വെച്ചേ. അളിയോ, നീ ഇങ്ങോട്ടേക്ക് പോണേ? നീ ഇപ്പൊ ആരോടോ ഫോണിലൂടെ പറഞ്ഞ കാര്യത്തിന് വേണ്ടി തന്നെയാ ഞാനും വന്നത്. 2 ലക്ഷം നിനക്കും വേണോ? മന്തിൻ്റെ ആയതുകൊണ്ട്. ആ തെണ്ടിയോട് പറഞ്ഞ പോലെ ഞാൻ നിന്നോട് പറയൂ. നീ ഒന്നിരുന്നേ. സംഭവം എന്താ വെച്ചാ അടുത്ത ആഴ്ച ചെന്നൈയിൽ വലിയൊരു കല്യാണം നടക്കാൻ പോവാ. വെക്ക്. എന്റെ സ്റ്റാഫ്സ് ഒക്കെ അവിടെ ഉണ്ട്. എന്നാലും നീ അവരെ ഒന്ന് വാച്ച് ചെയ്യണം. അതായത് കോളേജിലും ഹോസ്റ്റലിലും ഒക്കെ നീ ഞങ്ങളെ വാച്ച് ചെയ്തില്ലേ, അതുപോലെ. മതിയാക്കടാ. മതിയാ? ഓക്കെ. അതുപോലെ പെമ്പിള്ളേരൊക്കെ ഒന്ന് നോക്കിക്കോണം. അല്ല, കോളേജിലെ പെമ്പിള്ളേരൊക്കെ എങ്ങനെ നോക്കണമെന്ന് നിനക്ക് അറിയാലോ. മതിയാക്കടാ. മതിയോ? ഓക്കെ. ഇവനൊന്നും മറന്നിട്ടില്ലല്ലോ. ആദ്യം റിസപ്ഷൻ, പിന്നെ പാർട്ടി, എല്ലാം കൂതറയായി വെള്ളം അടിച്ച് 3 ദിവസം കൊണ്ട് ആ പരിപാടി അങ്ങ് തീരും. ഈ നാറ്റക്കേസ് നോക്കി നടത്താൻ വേണ്ടി നമുക്ക് വലിയൊരു എമൗണ്ട് കിട്ടും. മൊത്തം പേയ്മെന്റ് 10 ലക്ഷം. അതിൽ 5 നീ എടുത്തോ, 5 ഞാൻ എടുത്തോളാം. ഓക്കെ ആണല്ലോ? അളിയ, 5 ലക്ഷം. പഴയ കാര്യങ്ങളൊക്കെ വെച്ച് നീ എനിക്കിട്ട് പണി തരുമെന്ന് ഞാൻ വെറുതെ പേടിച്ചു. എന്താടാ ഇങ്ങനെയൊക്കെ? ഫ്രണ്ട്ഷിപ്പാടാ. ജീവൻ വേണമെങ്കിൽ കൊടുക്കും. നീ നേരെ അങ്ങ് വിട്ടോ. അടിച്ച് പൊളിക്കടാ. താങ്ക് യുടാ.